വണക്കം. പാകിസ്ഥാൻ ഇപ്പോൾ കിട്ടുന്ന അടിയൊന്നും പോരാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു. നല്ല വെറൈറ്റി അടിക്കായി പാകിസ്ഥാൻ സൗദി അറേബ്യ വിളിച്ചപ്പോൾ മിണുമിണാന്ന് ഓടിപ്പോയിട്ടുണ്ട്. സംഭവം വേറൊന്നുമില്ല, സൗദി അറേബ്യ ഇറാനെതിരെ ഒരു ചർച്ചയ്ക്കാണ് പാകിസ്ഥാനെ വിളിച്ചത്. നമുക്കറിയാം സൗദി അറേബ്യ വിളിക്കുമ്പോൾ പാകിസ്ഥാൻ പോയേ പറ്റൂ. കാരണം അറബ് നാറ്റോ എന്ന് പറയുന്ന ഒരു സുനാപ്പിയിൽ പാകിസ്ഥാനെ സൗദി അറേബ്യ ഒപ്പിട്ട് വെച്ചിട്ടുണ്ട്. ഈ അറബ് നാറ്റോ പ്രകാരം സൗദി അറേബ്യ പാകിസ്ഥാനെ എവിടെ നിന്നും അടി കിട്ടിയാൽ സൗദി അറേബ്യ ഓടി വന്ന് പാകിസ്ഥാനെ സംരക്ഷിക്കേണ്ടതാണ്. അതേസമയം സൗദി അറേബ്യയ്ക്ക് എവിടെന്നെങ്കിലും അടി കിട്ടുമ്പോൾ പാകിസ്ഥാനും ഓടി ചെന്ന് സൗദി അറേബ്യ സംരക്ഷിക്കേണ്ടതാണ്. ഇതാണ് ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത്. എന്നാൽ അഫ്ഗാനിസ്ഥാൻ്റെ കയ്യിൽ നിന്നും അടികൊണ്ട് ചിപ്പം കിട്ടുമ്പോൾ പാകിസ്ഥാൻ സൗദി ആവോ എന്ന് പറഞ്ഞപ്പോൾ സൗദി പറഞ്ഞത്, നിങ്ങൾ രണ്ടുപേരും ഞങ്ങൾക്ക് ഒരു മുഖത്തെ രണ്ട് കണ്ണുകൾ പോലെയാണ്, അതുകൊണ്ട് നിങ്ങൾ തന്നെ ഈ പ്രശ്നം പരിഹരിച്ചു എന്നാണ് സൗദി പ്രധാനമായിട്ടും പറഞ്ഞത്. അങ്ങനെ പാകിസ്ഥാൻ അടികൊണ്ട് പിരിന്ന് നാശമായിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ പാകിസ്ഥാൻ അടുത്ത അടിക്കുള്ള വകുപ്പ് ഒപ്പിച്ചു കൊടുക്കുകയാണ് സൗദി അറേബ്യ എന്ന് പറയുന്ന രാജ്യം എന്ന് പറയുന്നത്. പാകിസ്ഥാൻ ഇറാനെതിരെ പ്രവർത്തിക്കുമോ എന്നുള്ള ചോദ്യത്തിന് പാകിസ്ഥാനു അകത്തെ ജനങ്ങൾ പാകിസ്ഥാനിലെ അവിടെയുള്ള അസീം മുനീറിനെയും ഷഹബാസ് ഷെരീഫിനെയും കുത്തി നിർത്തിയിരിക്കുകയാണെന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇറാൻ എന്ന് പറയുന്നത് ഒരു മുസ്ലിം രാജ്യമാണ്, പാകിസ്ഥാൻ എന്ന് പറയുന്നത് അതിഭീകരമായിട്ടുള്ളൊരു മുസ്ലിം രാജ്യമാണ്. അതുകൊണ്ട് ഒരു മുസ്ലിം രാജ്യത്തിന് വേറൊരു മുസ്ലിം രാജ്യത്തോട് തോന്നുന്ന സ്നേഹം പാകിസ്ഥാന് ഇറാനോടുണ്ട്. പാകിസ്ഥാൻ്റെ ഭരണകൂടത്തിന് അതില്ലെങ്കിലും പാകിസ്ഥാൻ്റെ ജനങ്ങൾക്ക് അതിഭീകരമായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇറാനിൽ അയത്തുള്ള അലി ഖമനേയിയെ കൊന്നുകളഞ്ഞപ്പോൾ പാകിസ്ഥാനിലെ ജനങ്ങൾ USA എംബസിയിൽ, അതായത് US എംബസിയിൽ ഓടിച്ചെന്ന് പ്രതിഷേധിച്ചതും US എംബസിയിലകത്ത് നിന്ന് പട്ടാളക്കാർ ഇറങ്ങി വന്ന് തുരുതുരുതുരാ വെടിവെച്ചതും പാകിസ്ഥാനിലെ 19 ചത്ത് മലച്ചു പോയതും എന്ത് തന്നെയായിരുന്നാലും ഈ ഒരു സാഹചര്യം കഴിഞ്ഞ ശേഷം ഇപ്പോൾ സൗദി പാകിസ്ഥാനെ വിളിച്ചിരിക്കുകയാണ്. സൗദി പാകിസ്ഥാനെ വിളിച്ചിട്ട് ഇറാനെതിരെ ഒരുമിച്ച് ഞങ്ങളുടെ കൂടെ നിന്ന് പ്രവർത്തിക്കാൻ, അതായത് തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കാൻ നിങ്ങൾ സന്നദ്ധനാണോ എന്ന് ചോദിച്ചപ്പോൾ അസീം മുനീർ ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു, വേണമെങ്കിൽ പ്രവർത്തിക്കാം, ചിലപ്പോൾ നിങ്ങൾ വെടിയുണ്ടകൾക്ക് വിരിമാറ് കാണിച്ചു കൊടുക്കേണ്ടി വരും. എന്തായാലും ഇപ്പോൾ വെടിയുണ്ടകൾക്കല്ല, മിസൈലുകൾക്കാണ് വിരിമാറ് കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് വെടിയുണ്ടെന്നൊരു പ്രശ്നമല്ല, അണ്ണം ധൈര്യമായിട്ട് ഒപ്പിടണം എന്ന് പറയുന്ന രീതിയാണ് പാകിസ്ഥാൻ സൗദി അറേബ്യയുടെ മുമ്പിൽ വെച്ചത്. എന്തായിരുന്നാലും പാകിസ്ഥാനും സൗദി അറേബ്യയുടെ പ്രതിരോധ മന്ത്രിയുമാണ് ചർച്ച നടത്തിയതെന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. അമേരിക്കയും ഇസ്രായേലും ഇറാനെ ആക്രമിച്ചതിനെ തുടർന്ന് മിഡിൽ ഈസ്റ്റിൽ സംഘർഷം ഉച്ചസ്ഥായിലെത്തി നിൽക്കുകയാണ്. പ്രതികാരമായി 7 രാജ്യങ്ങളായി വ്യാപിച്ചു കിടക്കുന്ന അമേരിക്കൻ വ്യോമത്താവളങ്ങൾ ഇറാൻ ലക്ഷ്യമാക്കി നാശം വിതച്ചിട്ടുണ്ട്. ഈ രൂക്ഷമായ സംഘർഷത്തിനിടയിൽ അബുദാബി, റിയാദ് മേഖലകളിലെ സുരക്ഷ സംബന്ധിച്ച് സൗദി അറേബ്യയുടെ പ്രതിരോധ മന്ത്രി പ്രിൻസ് ഖാലിദ് ബിൻ സൽമാൻ ബിൻ അബ്ദുൽ അസീസും പാകിസ്ഥാൻ സൈനിക മേധാവിയായിട്ടുള്ള നമ്മുടെ അസീം മുനീറുമാണ് ടോക്സ് നടത്തിയത് എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. റിയാദിൽ നടന്ന ഈ യോഗത്തിൽ പ്രാദേശിക സംരക്ഷണത്തെക്കുറിച്ചും നിലവിലെ വെല്ലുവിളികളെക്കുറിച്ചും ഇരു രാജ്യങ്ങളും ഗൗരവമായിട്ടുള്ള ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. ഇറാന്റെ ആക്രമണത്തെ സൗദി അറേബ്യയും പാകിസ്ഥാനും ശക്തമായി അപലപിച്ചു എന്നുള്ള വാർത്തകളാണ് പുറത്തു വന്നത്. എന്തായാലും ഇനി തിരിച്ച് അസീം മുനീറിന്റെ നാട്ടിലോട് ചെല്ലുമ്പോൾ അവിടെയുള്ള ജനങ്ങൾ എങ്ങനെ അവനെ കൈകാര്യം ചെയ്യുമെന്ന് മാത്രമേ നമുക്ക് നോക്കിയാൽ മതി. കാരണം അവിടെയുള്ള ജനങ്ങൾക്ക് ഇറാന്റെ ജനങ്ങളോടാണ് കൂറെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇറാൻ ഭരണകൂടത്തോടാണ് കൂറെന്ന് പറയുന്നത്. കാരണം നമ്മുടെ നാട്ടിലെ സുഡാപ്പികൾക്ക് എങ്ങനെയാണോ അയത്തുള്ള അലി ഖമനേയി മരണപ്പെട്ടത്, അപ്പോൾ ഇവിടെ കിടന്ന് അവർ നെഞ്ചത്തടിയും നിലവിളിയും തുടങ്ങിയത്, അതുപോലെയാണ് സ്വാഭാവികമായിട്ടും പാകിസ്ഥാനിലെ കാര്യം എന്ന് പറയുന്നത്. എന്തായാലും ലോകത്തിൽ സൗദി അറേബ്യയും പാകിസ്ഥാനും സംയുക്തമായി ഇറാൻ ആക്രമണത്തെ അപലപിച്ചു. ഒരു ഔദ്യോഗിക പ്രസ്താവന പ്രകാരം സംഭാഷണത്തിലൂടെയും നയതന്ത്രങ്ങളിലൂടെയും മാത്രമേ ഏതൊരു പ്രശ്നവും പരിഹരിക്കാൻ കഴിയുമെന്ന് ഇരുപക്ഷവും വ്യക്തമാക്കി. ഇറാൻ തങ്ങളുടെ നിലവിലെ നയങ്ങൾ പുനഃപരിശോധിക്കേണ്ടതെന്ന് സൗദി അറേബ്യയും പാകിസ്ഥാനും അഭിപ്രായപ്പെട്ടു. മുസ്ലിം ലോകമെമ്പാടും ആശങ്കകൾ ഉയർത്തുന്ന ഇറാനെയും ലബനനെയും അമേരിക്കയും തുടർച്ചയായി ആക്രമിക്കുന്ന സമയത്താണ് ഈ കൂടിക്കാഴ്ച നടന്നത് എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. പാകിസ്ഥാനും സൗദി അറേബ്യയും ഒരുമിച്ച് ചേർന്ന് ഇങ്ങനെ ഒരു പ്രസ്താവന എടുത്ത ശേഷം ഇറാൻ ഇതിനെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ പാകിസ്ഥാനിൽ മാത്രമേ ഇറാൻ മിഡിൽ ഈസ്റ്റിൽ മിസൈൽ അയക്കാത്തൊരു രാജ്യമായിട്ടുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അസർബൈജാനിൽ പോലും ഇറാൻ തുരുതുരാ മെസ്സേജ് അയച്ചിട്ട് ഞങ്ങളല്ല ഇസ്രായേലാണ് മെസ്സേജ് അയച്ചത് എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ആ ഒരു സാഹചര്യത്തെ മറികടന്നുകൊണ്ട് ഇപ്പോഴിതാ പാകിസ്ഥാനിലേക്കും ഇറാൻ മിസൈൽ പായിക്കുമോ എന്നാണ് ഇനി നമുക്ക് നോക്കിക്കാണേണ്ടത്. ഓൾറെഡി പൊട്ടി പാളിസാനിക്കുന്ന പാകിസ്ഥാനും ബംഗ്ലാദേശും ഖത്തറിൽ ഇറാൻ മിസൈൽ അയച്ച് ഖത്തറിലുള്ള വലിയ ഗ്യാസ് പ്ലാന്റ് അടച്ചുപൂട്ടുന്ന ഒരു സാഹചര്യത്തിൽ 99% പാകിസ്ഥാൻ്റെ ഗ്യാസും ഖത്തറിൽ നിന്ന് വരുന്ന സാഹചര്യത്തിൽ പാകിസ്ഥാൻ ഇപ്പോൾ ഇന്ധന പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ പാകിസ്ഥാൻ യാതൊരു കാര്യമില്ലാതെ വെറും കുത്തിക്കഴപ്പിൻ്റെ പേരിൽ നേരെ ഇപ്പോൾ സൗദി അറേബ്യയോട് പോയി ഇറാൻ ആടി നിർത്തണം എന്ന് പറഞ്ഞ് ശക്തമായി ഈ കാര്യങ്ങൾ അപലപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അതിനിടയിൽ ഖത്തർ പറഞ്ഞിരിക്കുന്ന വേറൊരു കാര്യമുണ്ട്, നമ്മൾ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് എണ്ണ കൊടുക്കാൻ പാടില്ല. യൂറോപ്യൻ രാജ്യങ്ങൾക്ക് എണ്ണ കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? യൂറോപ്യൻ രാജ്യങ്ങൾക്ക് എണ്ണ കൊടുത്തു കഴിഞ്ഞാൽ അവർ യുദ്ധം നിർത്തില്ല. യൂറോപ്പിന് എണ്ണ കൊടുക്കാതിരുന്നാൽ യൂറോപ്പ് പട്ടിണിയിലാവും. അങ്ങനെയാണെങ്കിൽ അമേരിക്ക സമ്മർദ്ദത്തിലാവും. അതുകൊണ്ട് GCC രാജ്യങ്ങളൊന്നും എണ്ണ യൂറോപ്പിന് കൊടുക്കാൻ പാടില്ല എന്നാണ് നിലവിൽ ഖത്തർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ GCC രാജ്യങ്ങൾ 6-7 എണ്ണം എല്ലാം കൂടെ ഒരു വട്ടമേശ സമ്മേളനം നടത്തിയിട്ടുണ്ടായിരുന്നു. അതിനകത്ത് UAE അമേരിക്കയെ ശക്തമായി വിമർശിക്കുന്നു ഒരു സാഹചര്യമുണ്ട്. UAE പറഞ്ഞത്, നീ കാരണമാണ് നമുക്ക് ഈ അവസ്ഥ ഉണ്ടായത്, നീ ചെവി നുള്ളിക്കോ നീ എന്നാണ് UAE കൃത്യമായിട്ട് അമേരിക്കയോട് പറഞ്ഞിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞത് $2 ട്രില്യൺ നിക്ഷേപമാണ് അമേരിക്കയിൽ ഈ GCC രാജ്യങ്ങളെല്ലാം കൂടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അത് ഞങ്ങളങ്ങ് വലിക്കും എന്നാണ് ഇപ്പോൾ GCC രാജ്യങ്ങളെല്ലാം കൂടി ആലോചിച്ചൊരു തീരുമാനമെടുത്തിരിക്കുന്നത്. ട്രംപ് ഇത് കണ്ട് ഞെട്ടിവിറച്ചു പൊട്ടിത്തെറിച്ചു എന്നൊക്കെയാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ എഴുതി പിടിപ്പിച്ചിരിക്കുന്നത്. അത് മറ്റൊരു വാർത്തയാണ്. ഇങ്ങനെ ഇരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ യൂറോപ്പിന് ഇപ്പോൾ GCC രാജ്യങ്ങൾ എണ്ണ കൊടുത്തില്ലെങ്കിൽ തൻ്റെ അവസ്ഥ
അതിപരിതാപകരമായി പോകും. അല്ലെങ്കിൽ താൻ ഇപ്പോൾ തന്നെ നിലയില്ലാ കയത്തിലാണ് നിൽക്കുന്നത്. 13 വയസ്സുകാരിയുടെ പീഡനം ഇപ്പോൾ പൊങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് എണ്ണ കിട്ടിയില്ലെങ്കിൽ തേയും. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇന്ത്യയോട് റഷ്യയിൽ നിന്ന് എണ്ണ മേടിച്ചോ എന്ന് ട്രംപ് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഇല്ലെങ്കിൽ ട്രംപിൻ്റെ ആഫീസ് പൂട്ടിപ്പോകും. പക്ഷേ ട്രംപിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ ഓൾറെഡി ഇന്ത്യയിൽ നിന്ന് തന്നെയാണ് എണ്ണ വാങ്ങിക്കുന്നത്. ഇന്നലെ രാത്രി 10:55 വരെ ഇന്ത്യയുടെ കയ്യിലായിരുന്നു നമ്മൾ എണ്ണ മേടിച്ചുകൊണ്ടിരുന്നത്. 10:56 ട്രംപിൻ്റെ ഈ പ്രസ്താവന വന്നിരിക്കുന്നത്. എന്തായാലും ഡെയിലി 6 ദശലക്ഷം ബാരലിൻ്റെ എണ്ണ ആവശ്യമുള്ള ഇന്ത്യ ഇപ്പോൾ 20 ദശലക്ഷം ബാരലാണ് ഇത് റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നത്. ഇന്ത്യ എന്ത് ചെയ്യും? ഈ എണ്ണ ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്തിട്ട് ഇത് ഇവിടെ കിടന്ന് റിഫൈനൊക്കെ ചെയ്ത് നേരെ യൂറോപ്പിലോട്ട് മറിച്ചടിക്കാനുള്ള പരിപാടിയാണ് ഇന്ത്യ നടത്തുന്നത്. ഇതിൻ്റെ ഗുണമെന്ന് പറയുന്നത്, അതായത് യുദ്ധത്തിൻ്റെ ആത്യന്തികമായിട്ടുള്ള ഗുണമെന്ന് പറയുന്നത്, അതുകൊണ്ട് ലഭിക്കാൻ പോകുന്നത് ഇന്ത്യക്കാണെന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇതാണ് ഒരു നയതന്ത്രം എന്ന് പറയുന്നത്. അല്ലാതെ ഇങ്ങനെ മറ്റുള്ള രാജ്യങ്ങൾ അടികൊണ്ട് ചിപ്പം കെട്ടി നിൽക്കുന്ന, അങ്ങനെ ചിപ്പം കെട്ടി നിന്ന് കഴിഞ്ഞ ശേഷം അമേരിക്കയുടെ മുമ്പിൽ ഷൂ നക്കാൻ പോകുന്നതല്ല നയതന്ത്രം. ഇതാണ് യഥാർത്ഥത്തിലുള്ള നയതന്ത്രം. അതായത് യുദ്ധമായിരുന്നാലും എന്തായിരുന്നാലും അതിനൊരു നേട്ടം ഉണ്ടാക്കിയെടുക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. അങ്ങനെ ഒരു നേട്ടമാണ് ഇപ്പോൾ ഇന്ത്യ ഉണ്ടാക്കിയെടുക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇതാണ് GCC രാജ്യങ്ങളുടെ ഇപ്പോൾ മൊത്തത്തിലുള്ള അവസ്ഥ എന്ന് പറയുന്നത്. എല്ലാം തേഞ്ഞ് പണ്ടാരം അടങ്ങിയിരിക്കുകയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. എന്ത് തന്നെയായിരുന്നാലും ഇനി വരും മണിക്കൂറുകളിൽ എന്ത് സംഭവിക്കുമെന്നാണ് നമുക്ക് അറിയേണ്ടത്. അമേരിക്ക അവരുടെ 3ാമത്തെ വിമാനവാഹിനി പടക്കപ്പൽ കൂടി ഇറാനിലേക്ക് അയച്ചിട്ടുണ്ടെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. എന്തായാലും ആ 3ാമത്തെ പടക്കപ്പൽ നമ്മൾ ഇറക്കണമെങ്കിൽ ഒരു കാര്യം ചെയ്യണം, അവിടെ ഇരിക്കുന്ന യുറേനിയം മൊത്തം പൊതിഞ്ഞ് കെട്ടി നമുക്ക് തരണം എന്നാണ് കൃത്യമായിട്ട് അമേരിക്ക പറഞ്ഞിരിക്കുന്നത്. ആണവായുധങ്ങൾ ഉണ്ടാക്കാനും പാടില്ല. അതിനിടയിൽ അപ്പുറത്ത് ബോറടിച്ചിരിക്കുന്ന കിം ജോങ് ഉൻ എന്നെ ആരും യുദ്ധത്തിന് വിളിക്കുന്നില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നേരെ കടലിലിറങ്ങി മിസൈൽ വീഴുന്നത് ഇങ്ങനെ വീക്ഷിച്ച് തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. എന്തായാലും കിം അണ്ണൻ ആണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ മാന്യനായിട്ടുള്ള ഒരു വ്യക്തി എന്നാണ് എനിക്ക് നിലവിൽ തോന്നുന്നത്. പ്രധാനപ്പെട്ട ഒരു കാരണം ലോകത്ത് ഇത്രയധികം യുദ്ധങ്ങളുണ്ടായി. ആ പാവപ്പെട്ട മനുഷ്യനെ അവിടെ കോണിയാക്കും അടിച്ചുകൊണ്ടിരിക്കുകയാണ്. കോണിയാക്കേ കൂച്ചു അങ്ങനെ കോണിയാക്കും അടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് അവിടെ ഉള്ളത്. അങ്ങനെ കിം അണ്ണൻ കോണിയാക്കും അടിച്ച് കടൽ തീരത്ത് മിസൈലുകളും കണ്ട് വിശ്രമിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അപ്പോൾ ഇറാനിൽ മറ്റൊരു ഭൂകമ്പമുണ്ടായി എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. അത് ഭൂകമ്പമല്ല, മറിച്ചത് ആണവായുധം പരീക്ഷിച്ച ഒരു ശബ്ദമാണ് എന്നുള്ള കിംവദന്തികളും പുറത്തു വരുന്നുണ്ട്. എന്നാലും വരും ദിവസങ്ങളിൽ ഇതെങ്ങോട്ട് പോവും, എന്ത് സംഭവിക്കും എന്ന് കണ്ട് തന്നെ അറിയണം. അപ്പോൾ ശരി.